നമ്മുടെ SSC GD കോൺസ്റ്റബിൾ 2026 പോസ്റ്റിന്റെ അപ്ഡേറ്റ് പലരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സ്ലോട്ട് സെലക്ഷൻ നിലവിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു നോൺ ഒഫീഷ്യൽ അപ്ഡേറ്റ് കൂടിയാണ്. ഇന്ന് നമ്മളൊരു വോയിസ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ട് കാണും. വലിയൊരു ലെങ്ത് ഉള്ള വോയിസ് ആണ്. അതിൽ ഞാൻ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും ആ വോയിസ് ഇട്ടത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് നോൺ ഒഫീഷ്യൽ ആണ്, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി തരിക, അല്ലെങ്കിൽ അതൊന്ന് വ്യക്തമാക്കി തരിക എന്നാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ പേരിൽ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ നോട്ടിഫിക്കേഷൻ, അതായത് ഇതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടും സ്ലോട്ട് സെലക്ഷൻ്റെ കാര്യങ്ങൾ വന്നിട്ട് ഇതുവരെ അത് സ്റ്റാർട്ടായിട്ടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സാം എന്തെങ്കിലും ചെയ്യുമോ, പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടിയിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഏകദേശം 2-ാം തീയതി ജനുവരി 2-ന് നമ്മുടെ ഇതിൽ വന്നിട്ടുള്ള SSCൻ്റെ സൈറ്റിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഇത്. നമ്മുടെ MTS, അതായത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫിൻ്റെയും അതുപോലെ തന്നെ GD കോൺസ്റ്റബിളിൻ്റെയും അപ്ഡേറ്റ് ആയിരുന്നു ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ MTSൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലോട്ട് സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 15-ാം തീയതി ജനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞത് കൃത്യമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ടെൻറ്ററ്റീവ് എന്ന് പറയുന്ന ഒരു വാക്ക് 2 സ്ഥലത്തും കൊടുത്തിട്ടില്ല. ഓൺവേർഡ്സ് ഈ ഒരു ഡേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ GDൻ്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 23 ഫെബ്രുവരി 2026 ഓൺവേർഡ്സ് ടെൻറ്ററ്റീവ് എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതായത് താൽക്കാലിക ഡേറ്റ് ആണ്. ഇതിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ താൽക്കാലികം എന്ന് എവിടെയും 2 സ്ഥലത്തും കൊടുത്തിട്ടില്ല. അത് കൃത്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ടെൻറ്ററ്റീവ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സ്ലോട്ട് സെലക്ഷൻ്റെ ഡേറ്റ് കൊടുക്കാതിരുന്നത്. കാരണം കൊടുക്കാതിരുന്നത് ഇത് ഫിക്സ് ചെയ്തിട്ട് കൊടുക്കാന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അത് ആ ഒരു ടൈമിലേക്ക് ഇതിൻ്റെ 10-15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം മുമ്പെങ്കിലും, മിനിമം 15 അല്ലെങ്കിൽ 20 ദിവസം മുമ്പ് നമുക്ക് സാധാരണ സ്ലോട്ട് സെലക്ഷൻ അവൈലബിൾ ആവാറുണ്ട്. ഇപ്പോൾ 23-ാം തീയതി പരീക്ഷ നടക്കുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ സ്ലോട്ട് സെലക്ഷൻ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ പരീക്ഷ എന്തായാലും ആ ഒരു ഡേറ്റിൽ നടക്കില്ലെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. മേ ബി നടക്കാം, ഇത് നോൺ ഒഫീഷ്യൽ ആണ്, പക്ഷേ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ, നോൺ ഒഫീഷ്യൽ ആണെന്ന്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മിനിമം ഒരു 15 ദിവസം മുമ്പെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യണം. അല്ലാത്ത പക്ഷേ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് കുട്ടികൾ അപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ GD എന്ന് പറയുന്ന പോസ്റ്റ്. GD കോൺസ്റ്റബിളിന് ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത് ചിലവർ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട്, ശരിയാണ്. പക്ഷേ ചിലവർ മറ്റ് വർക്കിൻ്റെ ഇടയിലൊക്കെ ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാമെന്ന് കരുതി വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പം എക്സാം എഴുതാൻ പറ്റില്ല സ്ലോട്ട് സെലക്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും കൂടിയിട്ട് ചുരുങ്ങിയ സമയം, അതായത് കുറച്ച് സമയമല്ലേ ഉള്ളൂ, ചുരുങ്ങിയ സമയമല്ലേ ഉള്ളൂ എന്ന് കരുതി സൈറ്റിലേക്ക് കയറി ഇത് ചെയ്യാൻ നോക്കുമ്പോൾ സൈറ്റ് കിട്ടാത്തൊരവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്ലോട്ട് സെലക്ഷൻ ചെയ്യാൻ പറ്റില്ല. ഇനി മുതൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ വന്നെന്ന് വിചാരിക്കുക, 23-ാം തീയതി എക്സാം നടക്കുകയാണ്. അപ്പോൾ സ്ലോട്ട് സെലക്ഷൻ്റെ സമയം എത്രയേ ഉണ്ടാകത്തുള്ളൂ, ചുരുങ്ങിയ സമയമേ പറ്റത്തുള്ളൂ, ഒരു 4-5 ദിവസം അത്രയേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എക്സാമും നേരെ വന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും വെക്കാനുള്ള സാധ്യത ഇല്ല. സോ ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ MTS ഹവിൽദാർ, അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ആൻഡ് ഹവിൽദാർ പോസ്റ്റിൻ്റെ സ്ലോട്ട് സെലക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡേറ്റ് കാണാൻ സാധിക്കും, 16-ാം തീയതിയാണ് വന്നിട്ടുള്ളത്. 15 തുടങ്ങുമെന്ന് പറഞ്ഞ സാധനം 16-ാം തീയതിയായിരുന്നു വന്നിട്ടുള്ളത്. ഒരു ദിവസത്തിൻ്റെ ഒരു ഡിലേ വന്നു. എന്തായാലും ആ ഒരു സംഭവമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇവിടെ പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത് 15-ാം തീയതി അപ്ഡേറ്റ് വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 15-ന് വന്നു, 16-ന് സ്ലോട്ട് സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 16 മുതൽ ഏകദേശം 25 വരെ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്ലോട്ട് സെലക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10 ഡേയ്സിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ GDക്ക് ഇന്ന് 12-ാം തീയതി ആണല്ലോ, ഇന്ന് 12 ആണല്ലോ. ഇനി മുമ്പോട്ടേക്ക് നോക്കുമ്പോൾ 10-ൽ കൂടുതൽ ദിവസങ്ങൾ എന്തായാലും നമുക്കുണ്ട്. 23-നാണ് എക്സാം ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ 10 കൂടുതൽ ദിവസമുണ്ട്. അപ്പോൾ ഇനി സ്ലോട്ട് സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്തുകൂടെ നിങ്ങൾക്ക് നോർമലി ചിന്തിക്കാൻ പറ്റും. പക്ഷേ വേറൊരു കാര്യം ഇവിടെ ഉള്ളത്, 10 ദിവസം നമുക്ക് സ്ലോട്ട് സെലക്ട് ചെയ്യാനായിട്ട് തന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സ്ലോട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് അയക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു. അതിവിടെ ചെയ്യാൻ പറ്റില്ല. അത് ഫസ്റ്റത്തെ ഒരു കൺസേൺ ആണ്, അത് ഒന്നാമത്തെ ഒരു കൺസേൺ. പിന്നെ അതിനുശേഷം പറയാനുള്ളത്, ഇവിടെ 25-ാം തീയതി സ്ലോട്ട് സെലക്ഷൻ കഴിഞ്ഞിട്ടും അടുത്ത മാസം, അതായത് ഫെബ്രുവരിയിൽ 4-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. അവിടെയും ഏകദേശം ഒരു 10 ദിവസത്തിൻ്റെ അടുത്ത്, 10 ദിവസം എന്നല്ല 10 ദിവസത്തിൻ്റെ അടുത്തൊരു ടൈം ഡ്യൂറേഷൻ അവിടെയും വരുന്നുണ്ട്. എക്സാമിലേക്ക് കടക്കാൻ വേണ്ടി ഒരു 10 ദിവസം വരുന്നുണ്ട്. എങ്ങനെ ഹരിച്ചും ഗുണിച്ചും ഗണിച്ചും നോക്കിയാലും നമുക്ക് സ്ലോട്ട് സെലക്ഷൻ വരാത്തതിൻ്റെ പക്ഷം എക്സാം മാറ്റിവെക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇൻ കേസ് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്, പുതിയൊരു അപ്ഡേറ്റ് വരുന്നത് സ്ലോട്ട് സെലക്ഷൻ പ്ലസ് എന്തായിരിക്കും, നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റോട് കൂടിയായിരിക്കും. പുതിയൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ് അല്ല, പുതിയൊരു ഡേറ്റോട് കൂടിയായിരിക്കും സ്ലോട്ട് സെലക്ഷൻ പ്ലസ് അത് വരാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ആദ്യം SSCൻ്റെ സൈറ്റിൽ ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമുക്ക് സൈറ്റ് പോയിട്ട് ഈ കാര്യം പറയാം. സോ ഇതാണ് നമ്മുടെ SSCൻ്റെ സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പുതുതായിട്ട് നമുക്ക് SSC GDൻ്റെ മറ്റൊരു അപ്ഡേറ്റ്, ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഡിസ്കസ് ചെയ്തതാണ്. വിത്ത് ഹെൽഡ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പുതുതായിട്ടൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നത് ഒന്നിക്കൽ ന്യൂ എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് വരും. അതല്ലാന്നാണെങ്കിൽ സ്ലോട്ട് സെലക്ഷൻ പ്ലസ്
ന്യൂ എക്സാമിനേഷൻ, സ്ലോട്ട് സെലക്ഷൻ പ്ലസ് ന്യൂ എക്സാമിനേഷൻ്റെ ഡേറ്റ്, ഇത് രണ്ടും ഒരുമിച്ചിട്ടായിരിക്കും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതാണ് നമുക്കിനി എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. എക്സ്പെക്ടേഷനാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ആരും പാനിക് ആവേണ്ട. ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ബാക്കിയുള്ള അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സ്ലോട്ട് സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യും, നിങ്ങൾ അറിയിക്കും. നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യണം. കാരണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എല്ലാം മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. സ്ലോട്ട് സെലക്ട് ചെയ്തിട്ടില്ല എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും, പരീക്ഷ എഴുതാൻ പറ്റില്ല, പിന്നെ സ്ലോട്ട് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ അവിടെ സെലക്ട് ചെയ്താൽ നമുക്ക് അവിടെ എഴുതാൻ പറ്റില്ല. നമ്മൾ ദൂരെ പോയിട്ട് എക്സാം എഴുതേണ്ടവരും ദൂരെ പോയിട്ട് എക്സാമിനേഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ എക്സാമിന് നമുക്ക് പെർഫോം ചെയ്യാനുള്ള ചാൻസ് കുറയും. അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഒരുപാട് ചെയ്ത് പോകുമ്പോൾ എന്തായാലും ഹ്യൂമൻ ബീങ്സ് നമ്മൾ എന്തായാലും ഒരു ചെറിയൊരു ഇതുണ്ടാവും, ഡിസ്കംഫർട്ടബിൾ ഇല്ലാതിരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റർ എന്തായാലും ഉണ്ടാവുമല്ലോ, ഏറ്റവും അടുത്ത്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ. അതിനുവേണ്ടി സ്ലോട്ട് സെലക്ഷൻ വന്ന ഉടനെ നിങ്ങളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി MTS ഹവിൽദാറിൻ്റെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ മോഡലിലാണ് അത് വരുന്നത്. MTSൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്. MTSൻ്റെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതേ മെത്തേഡിലാണ് നിങ്ങൾക്ക് ആ വീഡിയോ നോക്കി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ വീഡിയോ ചെയ്യും, അത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാം. ഇതിനു മുമ്പ് സ്ലോട്ട് സെലക്ഷൻ വന്ന സമയത്ത് കുറേ കുട്ടികൾക്ക് അറിയാതെ തെറ്റിദ്ധാരണയിൽ പലതും കാര്യങ്ങളും ചെയ്ത്, എല്ലാവരും അല്ല കേട്ടോ, ഒരു കുട്ടി അങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്തത്. എന്തായാലും വന്ന ഉടനെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാനും ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.